പകരം എനിക്ക് ഒരു സ്കാപ്പുലർ മെഡൽ ധരിക്കാമോ? ഞാൻ എപ്പോഴും സ്കാപ്പുലർ ധരിക്കേണ്ടതുണ്ടോ? എനിക്ക് ഒരു പുതിയ സ്കാപ്പുലർ ലഭിക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും നിക്ഷേപം ആവശ്യമുണ്ടോ? സ്കാപ്പുലർ ധരിക്കുന്നവർക്ക് അനുവദിക്കുന്ന പാപമോചനങ്ങൾ എന്തൊക്കെയാണ്? സബാറ്റൈൻ പ്രിവിലേജ് എന്താണ്? സബാറ്റൈൻ പ്രിവിലേജ് നേടുന്നതിനുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണ്? 1. തവിട്ട് സ്കാപ്പുലർ ധരിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനം എന്താണ്? ഈ സ്കാപ്പുലർ ധരിച്ച് മരിക്കുന്ന ഏതൊരാളും നിത്യജ്വാലകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. ഇത് രക്ഷയുടെ അടയാളമാണ്, അപകടത്തിൽ ഉറപ്പായ ഒരു സംരക്ഷണമാണ്, സമാധാനത്തിന്റെയും യുഗാവസാനം വരെ എന്റെ പ്രത്യേക സംരക്ഷണത്തിന്റെയും ഒരു ഉറപ്പാണ്. 2. മാതാവിന്റെ വാഗ്ദാനം പ്രകാരം തവിട്ട് സ്കാപ്പുലർ ലഭിക്കുന്നതിന് ആവശ്യമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? 1. സ്കാപ്പുലറിന്റെ മെറ്റീരിയൽ, നിറം, ആകൃതി എന്നിവയെക്കുറിച്ച് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് കൃത്യമായി പാലിക്കാൻ, അതായത് അത് ചതുരാകൃതിയിലുള്ള 100% തവിട്ട് കമ്പിളി ആയിരിക്കണം. 2. ഒരു പുരോഹിതൻ സ്കാപ്പുലറിൽ ചേരണം. 3. ഇത് തുടർച്ചയായി ധരിക്കണം. വാഗ്ദത്തം ലഭിക്കാൻ പ്രത്യേക പ്രാർത്ഥനകളോ സൽപ്രവൃത്തികളോ ആവശ്യമില്ലെന്ന് ദയവായി ശ്രദ്ധിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഒരാളുടെ പൂർണ്ണമായ സമർപ്പണവും കാണിക്കുന്ന ഒരു നിശബ്ദ പ്രാർത്ഥനയാണ് സ്കാപ്പുലർ. നമ്മൾ അവളെ ആരാധിക്കുകയും സ്നേഹിക്കുകയും അവളുടെ സംരക്ഷണത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തിയാണ് സ്കാപ്പുലർ. കൂടാതെ ബ്രൗൺ സ്കാപ്പുലർ ധരിച്ചുകൊണ്ട് ദിവസത്തിലെ ഓരോ നിമിഷവും നമ്മൾ അവളോട് ഈ കാര്യങ്ങൾ പറയുന്നു. 3. ബ്രൗൺ സ്കാപ്പുലറിൽ ആർക്കാണ് നിക്ഷേപിക്കാൻ കഴിയുക? എല്ലാ കത്തോലിക്ക വിശ്വാസികളും ഇതിൽ ചേരണം. ആദ്യ കുർബാനയ്ക്ക് ശേഷം കുട്ടികളെ ചേർക്കുന്നത് പതിവാണ്. ശിശുക്കളെ പോലും ഇതിൽ ചേർക്കാം. 4. ബ്രൗൺ സ്കാപ്പുലറിൽ എങ്ങനെ ചേരാം? ഏതൊരു പുരോഹിതനും നിങ്ങളെ ബ്രൗൺ സ്കാപ്പുലറിൽ ചേർക്കാനോ നിക്ഷേപിക്കാനോ കഴിയും. പുരോഹിതൻ നടത്തുന്ന ഒരു നിക്ഷേപ ഫോർമുലയുണ്ട്. നിക്ഷേപ ഫോർമുലയുടെ ഒരു പകർപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ദയവായി ഈ ലിങ്കിൽ പോയി പേജിന്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. https://www.sistersofcarmel.com/brown-scapular-information.php. 5. ആർക്കാണ് എന്നെ ബ്രൗൺ സ്കാപ്പുലറിൽ ചേർക്കാൻ കഴിയുക? ഏതൊരു കത്തോലിക്ക പുരോഹിതനും നിങ്ങളെ ചേർക്കാൻ കഴിയും. ഒരു കാലത്ത് കാർമലൈറ്റ് പിതാക്കന്മാർക്ക് മാത്രമേ സാധാരണ വിശ്വാസികളെ ചേർക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. മറ്റേതൊരു പുരോഹിതനും ചടങ്ങ് നടത്താൻ പ്രത്യേക അനുമതി ആവശ്യമായിരുന്നു. എന്നിരുന്നാലും ഈ ഭക്തി കത്തോലിക്ക ലോകമെമ്പാടും വ്യാപകമായി വ്യാപിച്ചതിനാൽ ഇപ്പോൾ എല്ലാ പുരോഹിതന്മാർക്കും വിശ്വാസികളെ ബ്രൗൺ സ്കാപ്പുലറിൽ നിക്ഷേപിക്കാൻ സഭ അനുമതി നൽകിയിട്ടുണ്ട്. 6. നിക്ഷേപത്തിന് ഒരു പ്രത്യേക ഫോർമുലയുണ്ടോ? അതെ. സ്ഥാനാരോഹണ ചടങ്ങിന്റെ ലാറ്റിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഒരു പകർപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ദയവായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. 7. ബ്രൗൺ സ്കാപ്പുലറിന്റെ കോൺഫ്രറ്റേണിറ്റി എന്താണ്? സ്കാപ്പുലറിൽ നിക്ഷേപിച്ചുകഴിഞ്ഞാൽ ഒരാൾ സ്വയമേവ കോൺഫ്രറ്റേണിറ്റി ഓഫ് ദി ബ്രൗൺ സ്കാപ്പുലറിൽ അംഗമാകും. കോൺഫ്രറ്റേണിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്കാപ്പുലറിൽ ചേർന്നതിനാൽ നിങ്ങൾ ഒരു ആത്മീയ കുടുംബത്തിൽ പെട്ടയാളാണ്. അതിലൂടെ നിങ്ങൾക്ക് കാർമലൈറ്റ് ഓർഡറുമായി അഫിലിയേറ്റ് ചെയ്യപ്പെടാനും കാർമലൈറ്റ് പിതാക്കന്മാരുടെ യോഗ്യതകളിൽ പങ്കെടുക്കാനും ജീവിതത്തിലും മരണത്തിലും മതപരമായിരിക്കാനും സ്കാപ്പുലർ വഴി ഔവർ ലേഡിയുടെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനും പദവി ലഭിക്കുന്നു. ഒരു കാലത്ത് കോൺഫ്രറ്റേണിറ്റി രജിസ്റ്ററിൽ ഒരാളുടെ പേര് ആലേഖനം ചെയ്യുന്നത് പതിവായിരുന്നു. കോൺഫ്രറ്റേണിറ്റി കാനോനികമായി സ്ഥാപിച്ച ഒരു കാർമലൈറ്റ് കോൺവെന്റിലേക്ക് പേരുകൾ അയച്ചുകൊണ്ട് ഇടവക വികാരി ഇത് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന രീതിയില്ല. ഇതിനുള്ള ഒരു കാരണം ദൈവത്തിന് നന്ദി, സ്കാപ്പുലർ അത്തരമൊരു സാർവത്രിക കൂദാശയും ഭക്തിയുമായി മാറിയതിനാൽ സഭ സാധാരണ വിശ്വാസികളുടെ മേലുള്ള ഈ ബാധ്യത എടുത്തുകളഞ്ഞു. കോൺഫ്രറ്റേണിറ്റിയിൽ അംഗമാകാൻ സ്കാപ്പുലറിൽ നിക്ഷേപിച്ചാൽ മതി. 8. കോൺഫ്രറ്റേണിറ്റിയിൽ എങ്ങനെ ചേരാം? ഒരു പുരോഹിതൻ ബ്രൗൺ സ്കാപ്പുലറിൽ നിക്ഷേപിച്ചുകൊണ്ട്. 9. ഒരു നിയോഗിക്കപ്പെട്ട ഡീക്കന് ഒരാളെ ബ്രൗൺ സ്കാപ്പുലറിൽ ചേർക്കാൻ കഴിയുമോ? ഇല്ല. ഒരു നിയുക്ത ഡീക്കന് ഒരു വ്യക്തിയെ സ്കാപ്പുലറിൽ ചേർക്കാൻ കഴിയില്ല. കത്തോലിക്ക സഭയിലെ നിയുക്ത പുരോഹിതന് മാത്രമേ നിക്ഷേപം നടത്താൻ കഴിയൂ. 10. സ്കാപ്പുലറിന്റെ ഗുണങ്ങൾ ലഭിക്കാൻ ഞാൻ എങ്ങനെയാണ് സ്കാപ്പുലർ ധരിക്കേണ്ടത്? ഒരു ഭാഗം നെഞ്ചിലും മറുവശം പുറകിലും തൂങ്ങിക്കിടക്കുന്ന വിധത്തിൽ നിങ്ങൾ അത് തോളിൽ ധരിക്കണം. 2 ഭാഗങ്ങളും മുന്നിലോ പിന്നിലോ കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലാത്തപക്ഷം ധരിക്കുന്നയാൾക്ക് വാഗ്ദാനങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. 11. സ്കാപ്പുലർ എന്റെ വസ്ത്രത്തിൽ ഉറപ്പിക്കണോ അതോ പിൻ ചെയ്യണോ? സ്കാപ്പുലർ തോളിൽ തൂങ്ങിക്കിടക്കണം. ഒരു വശം മുന്നിൽ തൂങ്ങിക്കിടക്കണം, മറുവശം പിന്നിൽ തൂങ്ങിക്കിടക്കണം. എന്നിരുന്നാലും സ്കാപ്പുലർ സ്ഥാനത്ത് നിലനിർത്തുന്നതിനോ കഴുത്തിൽ ഉയരുന്നത് തടയുന്നതിനോ ഒരു അടിവസ്ത്രത്തിൽ തുന്നിച്ചേർക്കുകയോ പിൻ ചെയ്യുകയോ ചെയ്യാം.
12. എനിക്ക് കമ്പിളിയോട് അലർജിയുണ്ടെങ്കിൽ എന്തു ചെയ്യണം? കമ്പിളിയോട് ഗുരുതരമായ അലർജിയോ ചർമ്മത്തിൽ പ്രകോപിപ്പിക്കലോ ഉണ്ടെങ്കിൽ വസ്ത്രത്തിന് മുകളിൽ കമ്പിളി സ്കാപ്പുലർ ധരിക്കാം. കമ്പിളി സ്കാപ്പുലർ പ്ലാസ്റ്റിക്കിൽ പൊതിയാം. അല്ലെങ്കിൽ ഒരു വശത്ത് പരിശുദ്ധ ഹൃദയത്തിന്റെ ചിത്രവും മറുവശത്ത് മാതാവിന്റെ ചിത്രവുമുള്ള സ്കാപ്പുലർ മെഡൽ ധരിക്കാം. 13. സ്കാപ്പുലർ 100% കമ്പിളി ആയിരിക്കണമോ? അതെ. പരുത്തി, പട്ട്, മറ്റ് വസ്തുക്കൾ എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. 14. എന്റെ സ്കാപ്പുലറിന് ചരടിന് പകരം ഒരു ചെയിൻ ഉപയോഗിക്കാമോ? അതെ, സ്കാപ്പുലർ തന്നെ 100% കമ്പിളിയാണെങ്കിൽ മാത്രം. 15. സ്കാപ്പുലറിന് എന്ത് ആകൃതിയാണ് ഉണ്ടാക്കേണ്ടത്? അത് ദീർഘചതുരാകൃതിയിലോ ചതുരാകൃതിയിലോ ആയിരിക്കണം. അത് ഓവൽ, വൃത്താകൃതി അല്ലെങ്കിൽ ബഹുഭുജ ആകൃതിയിലാകരുത്. 16. സ്കാപ്പുലറിൽ മറ്റെന്തെങ്കിലും ചിത്രങ്ങളുണ്ടോ? മൗണ്ട് കാർമൽ മാതാവിന്റെ തിരുനാൾ, കാർമലൈറ്റ് ഷീൽഡ് തുടങ്ങിയ ചിത്രങ്ങളോ ഉപയോഗിച്ച് സ്കാപ്പുലർ അലങ്കരിക്കാൻ അനുവാദമുണ്ട്. എന്നിരുന്നാലും സ്കാപ്പുലറിന്റെ കമ്പിളി തവിട്ട് നിറത്തിന് മുൻതൂക്കം നൽകണം. 17. സ്കാപ്പുലർ ചർമ്മത്തിൽ സ്പർശിക്കേണ്ടതുണ്ടോ? ഇല്ല, അത് വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിന് മുകളിലോ അടിയിലോ ധരിക്കാം. 18. സ്കാപ്പുലറിന്റെ വ്യത്യസ്ത നിറം ധരിക്കാമോ? വ്യത്യസ്ത നിറങ്ങളിലുള്ള സ്കാപ്പുലറുകൾ സഭയിൽ മറ്റ് ആരാധനകൾക്കായി സാക്രമെന്റുകളായി നിലവിലുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ബഹുമാനാർത്ഥം ചുവന്ന സ്കാപ്പുലർ. എന്നിരുന്നാലും സാധാരണ വിശ്വാസികൾ ധരിക്കുന്ന തവിട്ട് സ്കാപ്പുലർ കാർമലൈറ്റ് മതപരമായ ശീലത്തിന്റെ ഒരു ചെറിയ രൂപമാണ്. ആ ശീലം തവിട്ട് നിറമായതിനാൽ അത് എല്ലായ്പ്പോഴും സ്കാപ്പുലറിന് അനുയോജ്യമായ നിറമായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും കറുത്ത കമ്പിളി അനുവദനീയമാണ്. 19. ഞാൻ എപ്പോഴും സ്കാപ്പുലർ ധരിക്കണോ അതോ അത് ഉരിമാറ്റണോ? വാഗ്ദാനങ്ങൾ ലഭിക്കണമെങ്കിൽ സ്കാപ്പുലർ എപ്പോഴും ധരിക്കണം. സ്കാപ്പുലർ ധരിക്കുന്നതിലൂടെ പരിശുദ്ധ കന്യകയോടുള്ള നമ്മുടെ സമർപ്പണവും ഭക്തിയും നാം പ്രകടിപ്പിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. മായയോ ഭയമോ കാരണം അത് ധരിക്കാൻ സൗകര്യമില്ലാത്തപ്പോൾ അത് ഊരിമാറ്റുന്ന ആരെയും നമ്മുടെ പരിശുദ്ധ അമ്മ സന്തോഷിപ്പിക്കില്ല. അത് ധരിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു തുറന്ന പ്രഖ്യാപനം നടത്തുന്നു. 20. കുളിക്കാൻ എന്റെ സ്കാപ്പുലർ ഊരിവെക്കാമോ? അതെ. 21. എന്റെ സ്കാപ്പുലറിന് പകരമായി ഒരു സ്കാപ്പുലർ മെഡൽ ധരിക്കാമോ? ഇല്ല. എന്നിരുന്നാലും നമ്മുടെ ആധുനിക പോപ്പുകളും ശ്രദ്ധേയരായ സെന്റ് പയസ് 10 തുടർന്നുള്ള പോപ്പുകളും വിദേശ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥാ ദൗത്യങ്ങൾ പോലുള്ള അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു വശത്ത് സേക്രഡ് ഹാർട്ടിന്റെ ചിത്രവും മറുവശത്ത് ഔവർ ലേഡിയുടെ ചിത്രവുമുള്ള സ്കാപ്പുലർ മെഡൽ കമ്പിളി സ്കാപ്പുലറിന് പകരം ധരിക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യഥാർത്ഥ ആവശ്യത്തിലോ കമ്പിളിയോടുള്ള അലർജി പോലുള്ള ഗുരുതരമായ കാരണങ്ങളാലോ സ്കാപ്പുലർ മെഡൽ ധരിക്കാവുന്നതാണ്. എന്നാൽ സ്കാപ്പുലർ മെഡൽ മായയോ സൗകര്യമോ പോലുള്ള അപര്യാപ്തമായ കാരണങ്ങളാൽ ധരിക്കുകയാണെങ്കിൽ ധരിക്കുന്നയാൾക്ക് സ്കാപ്പുലർ വാഗ്ദാനത്തിന്റെ പ്രയോജനം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണ വിശ്വാസികൾ ധരിക്കുന്ന ചെറിയ സ്കാപ്പുലർ കാർമലൈറ്റുകൾ അവരുടെ മതപരമായ ശീലത്തിന്റെ ഭാഗമായി ധരിക്കുന്നതിന്റെ ഒരു ചെറിയ പതിപ്പായിരിക്കണമെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. അത് ഒരിക്കലും മറ്റൊന്നിനും പകരമാകില്ല. 22. എനിക്ക് ഒരു പുതിയ സ്കാപ്പുലർ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും നിക്ഷേപിക്കേണ്ടതുണ്ടോ? ഇല്ല. നിങ്ങളുടെ സ്കാപ്പുലർ തേഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്ന് എടുത്തു ധരിക്കേണ്ടതുണ്ട്. പുതിയ സ്കാപ്പുലറിന് ഇപ്പോഴും അനുഗ്രഹവും നിക്ഷേപവും സാധുവാണ്, കാരണം സ്കാപ്പുലറിൽ നിക്ഷേപിക്കുന്ന വ്യക്തിക്കാണ് പ്രധാനമായും അനുഗ്രഹം നൽകുന്നത്. 23. ഭക്തിപൂർവം സ്കാപ്പുലർ ധരിക്കുന്നവർക്ക് നൽകുന്ന പാപമോചനങ്ങൾ എന്തൊക്കെയാണ്? 1. സ്കാപ്പുലർ സ്വീകരിക്കുന്ന ദിവസം ഒരു പൂർണ്ണ ദണ്ഡവിമോചനം. വ്യവസ്ഥകൾ: കുംഭസാരവും കുർബാനയും. 2. മരണസമയത്ത് പ്ലീനറി ദണ്ഡവിമോചനം. വ്യവസ്ഥകൾ: കുംഭസാരം, കുർബാന, യേശുവിന്റെ വിശുദ്ധ നാമത്തിന്റെ അധരങ്ങൾ കൊണ്ടോ കുറഞ്ഞത് ഹൃദയം കൊണ്ടോ ഭക്തിപൂർവമായ പ്രാർത്ഥന. 3. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഓഫീസ് ഭക്തിപൂർവം ചൊല്ലൽ, 100 ദിവസത്തെ ദണ്ഡവിമോചനം. 4. സ്കാപ്പുലർ ചുംബിക്കുമ്പോഴെല്ലാം 500 ദിവസത്തെ ദണ്ഡവിമോചനം. 24. സാബത്തൈൻ പ്രിവിലേജ് എന്താണ്? പരിശുദ്ധ കന്യകാമറിയം ജോൺ 22 മാർപ്പാപ്പയ്ക്ക് ഒരു ദർശനത്തിൽ നൽകിയ വാഗ്ദാനമാണിത്. മരണശേഷം, പ്രത്യേകിച്ച് മരണശേഷമുള്ള ആദ്യ ശനിയാഴ്ച, ഭക്തിപൂർവം സ്കാപ്പുലർ ധരിച്ച തന്റെ വിശ്വസ്തരായ മക്കളെ ശുദ്ധീകരണസ്ഥലത്ത് നിന്ന് വിടുവിക്കും. ഒരു ആർദ്രയായ അമ്മയെന്ന നിലയിൽ അവരുടെ മരണശേഷം ശനിയാഴ്ച ഞാൻ ശുദ്ധീകരണസ്ഥലത്തേക്ക് ഇറങ്ങും, അവരെ നിത്യജീവന്റെ സ്വർഗീയ മാളികകളിലേക്ക് വിടുവിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വാക്കുകൾ ജോൺ 22 മാർപ്പാപ്പയ്ക്ക്.
1322 ഇൽ ജോൺ 22 മാർപ്പാപ്പയുടെ പ്രശസ്തമായ ബുൾ സാക്രറ്റിസിമോ ഊട്ടിക്കുൽമൈൻ സബ്ബറ്റൈൻ ബുൾ വഴി ഈ സബ്ബറ്റൈൻ പദവി പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. 1908 ഇൽ പരിശുദ്ധ സിംഹാസനം അതിന് അന്തിമ അംഗീകാരം നൽകി. 25. സാബറ്റൈൻ പ്രിവിലേജ് ലഭിക്കുന്നതിനുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണ്? 1. തവിട്ട് സ്കാപ്പുലർ തുടർച്ചയായി ധരിക്കുക. 2. ഒരാളുടെ ജീവിതാവസ്ഥ അനുസരിച്ച് പവിത്രത പാലിക്കുക. 3. വാഴ്ത്തപ്പെട്ട കന്യകാമറിയത്തിന്റെ ലിറ്റിൽ ഓഫീസ് ദിവസേന പാരായണം ചെയ്യുക അല്ലെങ്കിൽ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും മാംസം വർജിക്കുക അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ അനുമതിയോടെ വിശുദ്ധ ജപമാലയുടെ 5 പതിറ്റാണ്ടുകൾ പറയുക.